ബിയോണ്ട് ദ ഇൻഫ്രാസ്ട്രക്ചർ, ഓക്കെ, കേരളത്തിന്റെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ലാൻഡ്സ്കേപ്പിനകത്ത് റാക്കിന്റെ റോൾ എന്തായിരിക്കും? ശരിക്കും നമ്മൾ റാക്കിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ബിസിനസ് എക്കോസിസ്റ്റത്തിനെ വളർത്തണം എന്നുണ്ടെങ്കിൽ റാക്കിന് മാത്രം വിചാരിച്ചാൽ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അത്രയും തന്നെ ബിസിനസ്സുകളും അത്രയും തന്നെ ഓണ്ടർപ്രണേഴ്സും അത്രയും തന്നെ ഇൻവെസ്റ്റേഴ്സും എല്ലാം നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഇവരെല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല. പക്ഷേ ഇവിടെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സുകൾക്ക് നമ്മൾ തുടക്കം ഇട്ട് കഴിഞ്ഞാൽ അത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫോഴ്സ് നമ്മളുടെ ഈ ഒരു കൾച്ചറിലുണ്ട്. അപ്പോൾ അത് അല്ലെങ്കിൽ ഈവൻ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സിലോട്ട് അത്തരത്തിലോട്ട് ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ളൊരു മോട്ടിവേഷൻ കൊടുക്കാൻ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, റാക്കിനെ പോലത്തെ ഒരുപാട് സിസ്റ്റംസ് വരണം, ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ വരണം. അതാണ് നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത്. കാരണം റാക്ക് ഇതൊരു ഭാഗം മാത്രമാണ് റാക്കിന് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. മേ ബി ഒരു 1% ആയിരിക്കും റാക്കിന് ചെയ്യാൻ പറ്റുന്നത് ടോട്ടൽ. അതിൽ ബാക്കി 99% സ്റ്റിൽ മാർക്കറ്റിൽ അവിടെ ഉണ്ട്. ഇതും എന്ത് ചെയ്യേണ്ടതാണ്, അഡ്രസ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അഡ്രസ് ചെയ്യപ്പെടേണ്ട നിർബന്ധം നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഓരോ ഇനീഷ്യേറ്റീവ്സും, ഇപ്പോൾ നമ്മൾ സോഷ്യൽ ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ പല കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് സാറ്റർഡേ എന്ന് പറയുന്ന ഗ്യാതറിംഗ്, പ്രത്യേകിച്ച് അങ്ങനെ ഒരു അജണ്ടയോ അല്ലെങ്കിൽ ഒരു മോണിറ്റൈസേഷനോ കാര്യങ്ങളോ ഫോക്കസ് ചെയ്യാത്ത രീതിയിൽ നമ്മളൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നു. അതിൽ പ്രോപ്പർ നെറ്റ്വർക്കിംഗ്, പ്രോപ്പർ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. അതിൽ നിന്ന് ഒരുപാട് കൊളാബറേഷൻസ് ഉണ്ടാകുന്നു. അതങ്ങനെ ആളുകൾ നടത്തി പോകണം എന്ന രീതിയിൽ ഒരു ഇനീഷ്യേറ്റീവായിട്ട് അതിനെ ഡ്രൈവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓണ്ടർപ്രണേഴ്സ് കമ്മ്യൂണിറ്റികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. അതുപോലെ ഏതൊരു ഇവന്റുകൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, ബിസിനസ് അസോസിയേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലും ഇപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാനോ ഇനീഷ്യേറ്റീവുകൾ കണ്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് ഒരു ഉപകാരമുള്ള രീതിയിൽ ആരൊക്കെ എന്തൊക്കെയായിട്ട് വന്നു കഴിഞ്ഞോ അതിനൊക്കെ റാക്ക് ചെയ്യുന്നുണ്ട്, കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, റാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഏത് ഒരു കോമ്പറ്റീഷനോ ഒരു രീതിയിലുള്ള ഒരു ചെറിയ വെക്കാതെ തന്നെ, കാരണം മേ ബി സെയിം ഇൻഡസ്ട്രിയിൽ സെയിം പ്രൊജക്റ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. നമ്മളതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ വെക്കാറില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മളുടെ അണ്ടറിൽ ബി സ്കൂളുകളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സെയിം ഇൻഡസ്ട്രിയിൽ ബി സ്കൂളും ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്ന ആളുകൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോകാറുണ്ട്, അവരുടെ ഇവൻറ്റ്സിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യാറുണ്ട്. സോ ഇത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവർക്കും അതേ മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതേ രീതിയിലാണ് നമ്മൾ, കാരണം ഇത് എല്ലാവരും കൂടി ഒരുമിച്ച് വെക്കുമ്പോഴാണ് ആ സിനർജി കൊളാബറേഷൻ വർക്ക് ആവുക, ഗ്രോത്ത് ഉണ്ടാവുക. സോ അതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുന്നതിലല്ല കാര്യമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും സ്പേസ് മാർക്കറ്റിലുണ്ട്, അത്രയും പ്രശ്നങ്ങൾ നമുക്ക് അവിടെ തീർക്കാനുണ്ട്. സോ അത് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ എപ്പോഴും ഓപ്പൺ ടു കൊളാബറേറ്റ് എന്നുള്ള രീതിയിൽ എല്ലാവരുടെ അടുത്തും ആ ഒരു ആ ഒരു അപ്രോച്ച് തന്നെ നമ്മൾ എടുക്കുന്നത്. കേരളത്തിലെ ബിസിനസ് കൾച്ചറിലോട്ട് റാക്കിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി നമ്മളൊരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. ബേസിക്കലി അത് വലിയ രീതിയിൽ സ്കെയിലുള്ള ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടല്ല, നമ്മളിവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമുക്ക് അവിടെ വേണമെങ്കിൽ വലിയ ഹൈ ടിക്കറ്റ്സ് HNIs മാത്രം ഫോക്കസ് ചെയ്തിട്ട് എലൈറ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ആ ഡിസിഷൻ എടുക്കുന്നതിന് പകരം നമ്മൾ എടുത്തെന്താണ്, ഇവിടെ വളരെ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളെ ഇവിടെ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് കൾച്ചറിന് ഒരു കുറേ പ്രശ്നങ്ങളുണ്ട്, അത് സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്തിട്ട് ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് കൾച്ചർ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഡ്രഗ് ഫ്രീ സൊസൈറ്റി എന്ന് പറയുന്ന പോലെ ഇവിടെ സ്കാം ഫ്രീ സൊസൈറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കാൻ കാരണം ഇത് നമുക്ക് ചിലപ്പോൾ ഇതിന്റെ ഫ്രൂട്ട് എടുക്കാൻ പറ്റില്ല, വരുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവും. അപ്പോൾ അത് ഫ്രൂട്ട് എടുക്കാൻ പറ്റുന്ന കാലത്ത് ഫ്രൂട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് എടുക്കാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും ഇത് ചെയ്യണ്ടേ. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിതിന് ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ വില്ലിങ് ആവുന്നുണ്ട്, സപ്പോർട്ട് വരുന്നുണ്ട്, അതിൻ്റെ അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ ഘടകങ്ങൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ബിസിനസ് എക്കോസിസ്റ്റത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള എവരി ബിസിനസ്സുമായി ബിസിനസ് സ്പേസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എവരി പേഴ്സൺ അതിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ എംപവർമെൻറ്റും കിട്ടണം. അത് ഏത് രീതിയിലൊക്കെ നമുക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതിന് നമ്മൾ റെഡിയാണ്.